ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡയനോഡയുടെ ടി വി ആണ്. ഈ ഡയനോഡയുടെ ഈ ടി വി എന്ന് പറയുമ്പോൾ ഇത് ബാക്ക് ലൈറ്റ് കത്തുന്നില്ല. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഈ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ എഴുത്തൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ നോക്കി കൃത്യമായിട്ടൊന്നും പറയാൻ ആരെ കൊണ്ടും പറ്റത്തൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഊഹം വെച്ച് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പാനൽ മൊത്തത്തിൽ ഓക്കെ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഓണായി നിൽക്കുമ്പോൾ ഇതിപ്പോൾ ഞാനിത് ഓണാക്കാം, എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ചില ആൾക്കാർ പറയും ഇങ്ങനെ നോക്കി ടോർച്ച് അടിച്ച് നോക്കിയാൽ അറിയാം. ശരിയാ, ടോർച്ച് അടിച്ച് നോക്കിയാൽ അറിയാം. അത് കുറച്ച് ഭാഗങ്ങളിൽ അതിൽ ഓരോ അക്ഷരമൊക്കെ നടക്കുന്നറിയാം. മൊത്തത്തിൽ ഈ പാനൽ നല്ലതാണോ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ആർക്കും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ആര് പറഞ്ഞാലും അത് കള്ളത്തരമാണ്, ഞാനത് നിഷേധിക്കുന്നു. അങ്ങനെ ആർക്കും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതുണ്ട്, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു നരല് പോലെയൊക്കെ അരിയിലേക്ക് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാ ടോർച്ച് അടിച്ച് നോക്കിയാലും ഒന്നും കാണാനില്ലെന്നേ. പിന്നെ ചിലപ്പം ഇതായിരിക്കും. എനിവേ, നമുക്കൊന്നുകൂടി ഇത് ഓണാക്കിയിട്ടിട്ട് ഒരു ടോർച്ച് അടിച്ചിട്ട് നോക്കാം എന്തെങ്കിലും കാണുമെന്ന്. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടായാൽ ശരിക്കും അറിയണമെന്നുണ്ടായുണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് ലൈറ്റ് തന്നെ വരണം. ബാക്ക് ലൈറ്റ് വന്ന് നല്ല വെട്ടം വന്നെങ്കിൽ നമുക്ക് ഈ പാനൽ ഫുള്ള് ക്ലിയർ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും അറിയാൻ പറ്റത്തില്ല. ശരി, നമ്മുടെ കവർ അഴിച്ചു മാറ്റി പറ്റൂ സാർ. സെറ്റ് ഓണായിട്ടുണ്ട്. ഓണായ കണ്ടീഷനിൽ വല്ലതും കാണാമെന്ന് നോക്കി. കാണാം. വെട്ടം അടിച്ച് നോക്കാനാ കാണത്തില്ല. ട്യൂബ് അടിക്കുന്നുണ്ട്, ട്യൂബിൻ്റെ വെട്ടമുണ്ട്. ഇത് പാനൽ ബ്ലാങ്ക് ആണോന്ന് എനിക്ക് സംശയമുണ്ട്. പാനൽ പോയതാ ചിലതൊക്കെ പൊക്കി വെച്ച്. എന്നാണെങ്കിലും ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഒന്നിട്ടൊന്ന് കത്തിച്ച് നോക്കാം, അത് മാത്രമേ രക്ഷയുള്ളൂ. ഇങ്ങനെ ഒന്ന് നോക്കി പാനൽ നല്ലതാണെന്നൊന്നും കണ്ടുപിടിക്കാൻ ദൈവം തമ്പുരാനേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊരു ഊഹം വെച്ചങ്ങ് പണിയാണ്, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ ഞാൻ എൻ്റെ ഒന്നും കണ്ടില്ല. ഇത് ബ്ലാങ്ക് പാനൽ തന്നെ ആയിരിക്കും. പാനൽ പോയതാ, അല്ലാതെ ബാക്ക് ലൈറ്റ് ഇട്ടാലൊന്നും അത് തെളിയല. നമുക്ക് നോക്കാം, ബാക്ക് ലൈറ്റ് എന്നാന്ന് പറഞ്ഞിട്ട് നോക്കാം. ഓക്കെ.
തിരിച്ചു വെക്കാനിടെ ഉണ്ടോ? അങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല. ഇത് ചീസ് പോലെ ചെറിയത്. ഇച്ചിരി കൂടെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് ആരും പോകല്ലേ. അടിച്ചിട്ട് ഹലോ, 944720. അപ്പോൾ ഇതിനകത്ത് ബാക്ക് ലൈറ്റ് മാറാൻ പോവാണ്. പാനൽ പോയതാണോ എന്ന് അറിയണമെങ്കിൽ ബാക്ക് ലൈറ്റ് അറിയണം. ബാക്ക് ലൈറ്റ് ഇട്ടാലേ പാനൽ പോകാമെന്ന് ഉറപ്പ് വരാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ നെല്ലുകളൊക്കെ കാണാം, പൂർണ്ണ രൂപമല്ല. പിന്നെ ആ ഒരു റിസ്ക് ഒക്കെ ഏൽക്കാൻ ആർക്കും കഴിയാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും ബാക്ക് ലൈറ്റ് പോയുമ്പോഴും പാനൽ പോയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കുന്നത്. കാരണം അറിയാമല്ലോ നമ്മുടെ ആൾക്കാരുടെ രീതികളൊക്കെ. അപ്പം പിന്നെ ഇനി ബാക്ക് ലൈറ്റ് പോയതാണെന്ന് പറഞ്ഞ് അഴിച്ചു നോക്കി ഇട്ട് കൊടുത്തേക്കാമെന്ന് മനസാക്ഷി അനുസരിച്ച് വെച്ചാൽ അവസാനം ഇനി പാനൽ പോയതാണെങ്കിൽ അവൻ കളഞ്ഞതാണെന്ന് പറഞ്ഞ് അവൻ്റെ തല കയറിയത്. അതുകൂട്ട് അവസ്ഥ ഉണ്ടായിരിക്കാനാണ് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നത്. എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാനലും പോകരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് പാനലിട്ട് മാനമാണെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒന്നും പോയിട്ടില്ല, പോകത്തുമില്ല. നമ്മളെങ്ങനെ ഇത് എടുക്കണം, കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഇത് നമുക്കറിയാമെങ്കിൽ ഒരു പാനൽ ഒരുത്തരും ഡാമേജാകില്ല. നമ്മുടെ കൂടെയുള്ള 90% ടെക്നീഷ്യന്മാർക്ക് നമ്മുടെ എല്ലാവർക്കും അറിയാം, പാനൽ മാറാനും എല്ലാം അറിയാം. അറിയത്തില്ലെന്നൊന്നും ഞാൻ പറയാം, എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ റിസ്ക് എടുക്കാനോ ആൾക്കാരുടെ ഇതൊന്നും കേൾക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യമില്ല. അവർക്കെല്ലാം നല്ല വരുമാനമുണ്ട്. പണി ചെയ്ത് പൈസ കിട്ടും. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാൻ ചെക്കറിഞ്ഞെടുത്തേ. ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാർ ആരും പഠിക്കുന്നില്ല, ഇതിലേക്ക് ആരും വരുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ രീതി പഠിക്കുന്നവർ അന്നേരം രാജ്യം വിട്ടു പോകുന്നു. സർവീസൊക്കെ ഇനി ഭയങ്കര കോസ്റ്റ്ലി ആവും. കമ്പനിക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ അതാ, ആരും സർവീസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ 1 2 ഇപ്പം പോയതാ. നമുക്ക് 3 കൂടെ അങ്ങ് മാറിയേക്കാം അല്ലേ? 3 മാറണ്ട, നമുക്ക് ഇതിൻ്റെ ആണോ കുഴപ്പമെന്ന് അറിയാൻ ആ ഒരെണ്ണം മാറി നോക്കിയാൽ അറിയാം. ഒരെണ്ണം എടുത്തോ. ചുമ്മാ പാനൽ പോയതാണേന്ന് നോക്കണ്ടല്ലോ. ഹലോ 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 പറഞ്ഞോളൂ.
എവിടുന്നാ? ആ പറഞ്ഞോ. അതെ അതെ അതെ. ആ വീണ്ടും തലവേദനയായിരുന്നു. ജ്യൂസ് എറിഞ്ഞു. കണക്ഷൻ കിട്ടാത്തതായിരിക്കും ഏജൻസി. നമുക്കിവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ, ഇത് കൂട്ട് തന്നെ ഒരെണ്ണം നല്ലത് വെച്ചിട്ടുണ്ടല്ലോ ഡയനോര. ഇപ്പം നിനക്ക് വ്യത്യാസം ഒരെണ്ണം നമുക്ക് നല്ലതുണ്ടായിരുന്നല്ലോ. ഫ്ലെക്സിൽ ഇത് പോയതല്ലേ, എടുത്ത് കളഞ്ഞാൽ ഇതിപ്പോൾ വെട്ടി ഇവിടെ കളഞ്ഞാൽ വേസ്റ്റ് കളഞ്ഞാൽ പോയെന്ന് ഉറപ്പാണോ? കണക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല പോയത്. ജ്യൂസ് ഓക്കെ. ആ പുതിയ നല്ല മെടുക്കൻ നല്ല കത്താണല്ലോ പുതിയൻ. ഭയങ്കര ബ്രൈറ്റ്നസ് ആണല്ലോ. ആ വീഡിയോ ഒന്നെടുത്ത് ഫുള്ള് മാറ്റിയിടണോ? ഉള്ളം മാറ്റിക്കോ.
അല്ല പാനൽ പോയതാണോ എന്ന് അറിയത്തില്ലല്ലോ. ആ പാനൽ പാനൽ വെച്ചിട്ട് മതി. വെച്ച് നോക്കിയിട്ട് മതി. ഇപ്പം തക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്നും മുറുക്കാതിരിക്കട്ടെ. ഇതെല്ലാം പാനിൽ പോകണം നോക്കിയിട്ട് മുറുക്കുള്ളൂ. ചിരട്ടപ്പണിയാ. എനിവേ ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇടാനല്ലേ എന്താ നോ സിഗ്നൽ. സിഗ്നൽ കാണാറായി. ഞാൻ നിങ്ങളോട് ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എഴുതി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡയനോര ട്രസ്റ്റ് ബിഗിൻ ഡീൻ. കണ്ടോ, ഒന്നും നമുക്കിതേ കാണാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായി? എന്തോ ഒരു നേരിട്ട് പോലെ ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ ബാക്ക് ലൈറ്റ് വന്നപ്പോഴും അത് ഇതുപോലെ കട്ടിയുള്ള പാനലിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്ക് ലൈറ്റ് പോയതിരുന്നത് നമ്മൾ പാനൽ പോയതാണെന്നും പോയതല്ലെന്നും ആർക്കും പ്രവചിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ 3 LED അങ്ങ് മാറാൻ പോവാണ്. 2 പഴയ കൊണ്ട് കുഴപ്പമില്ലാതെ, എന്നാലും അത് നമ്മളങ്ങ് മാറുകയാണ്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ ഇത് വരും. ഇത് പഴയ LED ആണ്, എന്നാലും 3 കാറ്റഗറി ആയതുകൊണ്ട് നിൽക്കത്തില്ല. എല്ലാവരും ചോദിക്കും ഡയനോര എഴുതി വെച്ചാലേ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കും. അത് വർക്ക് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? അത് എടുത്തു തരാം. ഇതൊന്ന് കൊടുത്തോട്ടെ. ഇതിപ്പോൾ ഒരു പുതിയ സൈസ് LED ആണ്, നല്ല ബ്രൈറ്റ്നസ് കൂടുതലുള്ള LED ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പുതിയ ടൈപ്പ് LED ആണ്. ഇതിന് നല്ല ബ്രൈറ്റ്നസ് ആണ്. നിങ്ങളിത് 2 കൂടെ കത്തിയപ്പോൾ നിങ്ങൾ കണ്ടു കാണും. പഴയതിനൊരു മങ്ങിയ നിറമാണ്, ഒരു വെള്ള നിറം തന്നെ കുറവ്, 2 റോസ് പോലെ ഒരു നിറമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ 3 LED നമ്മൾ മാറിയില്ലെങ്കിൽ ശരിയാകത്തില്ല. മാറുമ്പോൾ 3 മാറണം. ഇത് പിന്നെ ചെറിയ വ്യത്യാസമുണ്ട്, പുതിയ ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് സോൾഡർ ചെയ്ത് വിടുവാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ LED ഒക്കെ സോൾഡർ ചെയ്ത് വിട്ടേക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു ലൂസ് കണക്ഷൻ വരികയില്ല അവിടെ നിന്ന്. ഇതിപ്പോൾ 2 നമ്മൾ മാറി, 3ാമത്തേയും കൂടെ നമ്മൾ മാറാൻ പോവാണ്. 3 LED മാറണം, അതാണ് അതിൻ്റെ ഒരു രീതി. ഇവിടെ ഒരു ഇച്ചിരി നീളക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, അല്ലെ അവനെ മാറ്റാം. നീള വ്യത്യാസമുണ്ട്. ഞാൻ ഇത് കണ്ടോ, ഇതൊരു മങ്ങിയ നിറമാണ് ഇതിൻ്റെ. ഈ LED നിറം കണ്ടോ, ഇത് നല്ല ബ്രൈറ്റാണ്, സൂപ്പർ ബ്രൈറ്റാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. കണ്ടോ, ഇതിന് ചൂടില്ല. ഈ പുതിയ LED പ്രത്യേകത
ഇതിനൊട്ടും ഹീറ്റില്ല. വെളിച്ചം എന്നാൽ ഭയങ്കര കൂടുതലുമാണ്, ഒട്ടും തന്നെ ഹീറ്റില്ല. ഇത് ഭയങ്കര ഹീറ്റായി, വെളിച്ചവും കുറവാണ്. ഇപ്പം തന്നെ നല്ല ഹീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ LED ഇടുകയാണ്. ഓക്കെ, മതി, അതുകൊണ്ട് വെച്ചു. അപ്പോൾ ഇത് 3 LED നമ്മൾ മാറിയിട്ടുണ്ട്. നല്ല ബ്രൈറ്റാണ്. പഴയതിന് ബ്രൈറ്റ്നസ് കുറവായിരുന്നു. ഇത് കോമൺ ആയിട്ട് വരുന്ന നല്ല പുതിയ ടൈപ്പ് LED ആണ്. ഇതിനൊട്ടും ചൂട് തന്നെ ഇല്ല. LED പ്രത്യേകത നല്ല വെളിച്ചമുണ്ട്, ചൂടില്ലെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പഴയതിന് ഭയങ്കര ചൂടാണ്, വെളിച്ചവും കുറവാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് ഇച്ചിരിയുടെ ലാസ്റ്റ് ചെയ്യും. പുതിയ ടെക്നോളജിയിലുള്ള LED ആണ്. അതാണ് 3 നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല പഴയതിന് നല്ല ബ്രൈറ്റ്നസ്സും നല്ല പിക്ചറും ആയിരിക്കും ഈ ഡൈനോര 3Vക്ക്. 6 LED 3 വോൾട്ടിൻ്റെ 6 LED ആണ്. 1 2 3 4 5 6 6 LED. 6 3 18 18 18 അങ്ങനെയാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എത്ര നമുക്ക് കാണണ്ടേ? 6 3 18 എത്ര വോൾട്ട് കാണണം? പോസിറ്റീവ് ഇവിടെയാണ് പോസിറ്റീവ് എന്ന് കയറുന്നത്, ഇവിടെയാണ് നെഗറ്റീവ് എന്ന് കയറുന്നത്. അവിടെ കാണിയത് 36 വോൾട്ട്. അങ്ങോട്ട് നോക്കാം. 54 വോൾട്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇവിടുത്തെ വോൾട്ടേജ് 18 വോൾട്ട്. ഇവിടുത്തെ വോൾട്ടേജ് 18 വോൾട്ട്. ഇവിടുത്തെ വോൾട്ടേജും 18 വോൾട്ട്. അപ്പോൾ 3 LED പക്കയാണ്, ഒരു വ്യത്യാസമില്ല, ഒരേ വോൾട്ടേജ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇടാം. ഇനി ഇത് സെറ്റ് ചെയ്താൽ മതി. ഒട്ടും ചൂടില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ ഞാൻ കണ്ടത്. അപ്പോൾ LED എല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചം കണ്ട അടിപൊളി വെളിച്ചമാണ്. എല്ലാം അടിപൊളി അടിപൊളി അടിപൊളി. കാലപ്പഴക്കം കൊണ്ടുള്ള ചെറിയ പാടുകളും വരകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരേ ലെവലിലാക്കുന്നുള്ളേ ഉള്ളൂ. എൻ്റെ ആ വെട്ടിനകത്തൂടെ കറക്റ്റ് ഇടണം. അതിൻ്റെ കുറേ വെട്ടുകൾ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് ഒരു വെട്ട് ഉണ്ടല്ലോ, അത് ഇവിടെയുണ്ട്, ഇവിടെ കയറി വീഴും. ഇനി ഇങ്ങനെ ഒരു സാധനം എൻ്റെ മണ്ടയുണ്ട് ഡ്രോപ്പിന് വേണ്ടിയിട്ട്. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ.
മതി. ഇല്ല സ്ക്രൂ കിട്ടും, നീ കിട്ടും. ഓക്കെ, പാനിലെടുത്തിടുക. ഈ 32 ഇഞ്ചിൻ്റെ പാനിലൊന്നും നമുക്ക് അത്ര ഭയപ്പെടാനുള്ള സംഭവമൊന്നുമില്ല. ഞാൻ ഓണാക്കാൻ പോവുകയാണ്. നമുക്കൊരു എന്നാ പറ്റി? ഓഫ് ചെയ്തു കാണിക്കാം, അപ്പോൾ ശരിയാകും. ഇപ്പോൾ മാത്രമേ നമുക്ക് ഈ സെറ്റ് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. മുമ്പ് ഞാൻ ഓണാക്കി നോക്കിയായിരുന്നു, എന്നാലും എല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി ഇതിൻ്റെ പാനൽ കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന രംഗമാണ്. എന്നിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഇടുന്നത്. എന്നാണ്ട് പാനൽ കറക്റ്റാണ്, എല്ലാം തന്നെ ഓണായിട്ടുണ്ട്, എല്ലാം വന്നിട്ട് AV1 വന്നു, നോ സിഗ്നലും വന്നു. അപ്പോൾ സെറ്റ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവറിടാം. നമ്മൾ കവറിടാൻ പോവാണ്. എന്തേ കവറെന്ത്? ലെൻസിങ്ങാണ്. വേണ്ട, അല്ല ഓക്കെ, സ്ക്രൂ ഇട്ടാൽ മാത്രം മതി. അല്ല അടുത്തില്ലേ? അവിടെ കഴിഞ്ഞു. ഇനി ഈ സ്വിച്ച് മാറാൻ പോവാ. എൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കംപ്ലൈൻറ്റാണ്. അതിനെടുത്ത് കേട്ടോ, മറ്റേ ഇതെന്ത് കവർ
സ്പീക്കറിൻ്റെ എവിടെയാണ് കുത്തിയിരുന്നു? മറ്റേ വയലറ്റ് സ്കൂട്ടർ ഇറങ്ങിയാലോ? അത് ഇതിൻ്റെ ബാക്ക് പാനലിന് വരുന്ന ഇത് മെറ്റലാണ്. ഒരെണ്ണോടെ ഉണ്ട് ഇവിടെ മെറ്റൽ. ദൂരിയാക്കട്ടെ. ഇനി വേണ്ട. സൗണ്ട് ബാറിന് വേണോ? സൗണ്ട് ബാറിന് വേണോ? അയച്ചു കഴിഞ്ഞ് മതി. ഇപ്പോൾ ഊരി വെച്ചു. ഊരി വെച്ചു. കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടേ ആ ആവശ്യമുള്ളപ്പോൾ കുത്തിയാൽ മതി. അല്ലെങ്കിൽ ഈ മുറിക്കകത്ത് പിന്നെയും ചൂടാവില്ലേ? ഈ ചൂട് മുഴുവൻ നമ്മൾ അനുഭവിക്കണ്ടേ? ഈ ഡൈനോര ടി വി അങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പറ്റുകയില്ല കേട്ടോ. നല്ല വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞാലേ ഒരു നല്ല ബ്രാൻഡാണ്. നല്ല പാനലാണ്, നല്ല ടി വിയാണ്. നല്ല പാനലാണ്. പിന്നെ ഈ ഒന്നും തെളിഞ്ഞു വരാത്ത സാധനം എങ്ങനെ തെളിച്ചു എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാതിരിക്കുക. അതിനൊരു 1-2 ട്രിക്കൊക്കെ നമ്മളിലുണ്ട്. 18ാമത്തെ അടവ് വരെ പഠിപ്പിക്കാം. പക്ഷെ 19ാമത്തെ ഒരടവുണ്ട്. ഇത് അത് നമ്മളാരും പഠിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഇതിനാരോ നോക്കിയതാണ്. സ്ക്രൂ കുറവുണ്ടായിരുന്നു. പെരുന്തച്ഛനാ? പെരുന്തച്ഛൻ. 19ാമത്തെ അടവ് നമ്മൾ പഠിപ്പിക്കില്ല. പഠിപ്പിച്ചാൽ കുഴപ്പമാകും. അപ്പോൾ എന്നാണേലും ഇതെല്ലാം ഓക്കെയാണ്. ഒരു സ്ക്രൂവും കൂടെ കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരുന്നു. ഒന്നല്ല, 2 സ്ക്രൂ 3 സ്ക്രൂ കുറവുണ്ട്. 3 സ്ക്രൂ എനിക്ക് ആ ടൈപ്പിലുള്ള തരുമോ? ഇത് മതിയോ? അത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒപ്പിക്കാം. ആ കുട്ടോറിനോട് തരുമോ? സ്ക്രൂവിനാണ് ദാരിദ്ര്യം. അല്ലെന്നെ ഇവന്മാർ ഈ സ്ക്രൂ ഒന്നും പകുതി ഇടാത്തതുകൊണ്ട് നമ്മൾ ഈ പഴയ മേടിച്ച് വെച്ചിരിക്കുന്ന സ്ക്രൂ എല്ലാം തീർന്നു പോവാ. നമ്മുടെ ഈ സ്ക്രൂ എന്ന് പറഞ്ഞ് ബില്ലിടേണ്ടി വരുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. സ്ക്രൂ ഒരു സ്ക്രൂ കൂടെ നോക്കട്ടെ. ഒറ്റ സ്ക്രൂ ഇട്ടാൽ ഞാൻ പരിപാടി നിർത്താം. ആക്ച്വലി 2 തുളയുണ്ട്. 2 അല്ല 3 എണ്ണം ഉണ്ട് കുറവ്. മൊത്തം 5 സ്ക്രൂ കുറവുണ്ടായിരുന്നു ഇത് കിട്ടിയപ്പോൾ തന്നെ. ഒരുപാട് ഇട്ടില്ലേ? സിഗ്നൽ വന്നു. അത് അപ്പോൾ പാനൽ പോയ ഡൈനോര പാനൽ പോയാന്ന് കസ്റ്റമർക്ക് തന്നെ അറിയാം. പാനൽ പോയതെന്ന്. കാരണം 1-2 പേര് നോക്കിയതാണ്. പാനൽ പോയാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ ഡൈനോര പാനൽ പോകാത്ത രീതിയിൽ ബാക്ക് ലൈറ്റും മാറി കുട്ടപ്പനാക്കി. ശരിയായി. ഇനി ഓണാക്കാൻ പോവാം. ഇപ്പോൾ റെഡ് ലൈറ്റ് കിടക്കുക. ഇനി ഞാൻ ഓണാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ നോക്കിയപ്പോൾ നിങ്ങളൊരു നിഴൽ പോലെ കണ്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ സെറ്റ് ഓണാണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും
ബാക്ക് ലൈറ്റ് കറക്റ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാനലിൻ്റെ ഫുൾ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി, ലൈറ്റ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സകല മുറി ഈ ചിരിച്ചറിയാവുന്നവർ ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ ബാക്ക് ലൈറ്റ് ഇല്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും നിഴൽ പോലെ കണ്ടെന്ന് ഓർത്ത് ഇത് നല്ലതാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. ഇതിൻ്റെ ഫുള്ള് നമ്മൾ LED വന്നെങ്കിൽ മാത്രമേ ഇത് നല്ലതാവുള്ളൂ. ഇപ്പം പോലും അറിയത്തില്ല. ഇനി താഴെ ചെന്ന് പടം കൂടെ കൊടുത്ത് നോക്കുമ്പോഴേ ഇതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റത്തുള്ളൂ, പാനലിന് പ്രശ്നമുണ്ടോ വരയുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ പറയുന്നത് ഒരു സാധ്യതയാണ്, 50-50 സാധ്യതയാണ്. ഞാൻ പറയുന്നത് ഇത് തന്നെ കേട്ടിട്ട് എനിക്കിട്ട് പണിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ചിലർ ബാക്ക് ലൈറ്റ് മാത്രം പോയിരിക്കുന്ന TV ഈ പാനൽ പോയാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയും. ഒരു മിക്കവാറും മെക്കാനിക്കുകൾ ഇപ്പോൾ പിടിക്കല. അഥവാ ഇനി ബാക്ക് ലൈറ്റ് മാറിയാലും എല്ലാവരും ഒരു ബാക്ക് ലൈറ്റൊക്കെ മാറി വിടും, എന്നിട്ട് പെട്ടെന്ന് പോവും, പിന്നെ അഴിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പോവും. ഈ വില കുറച്ച് ചെയ്യണം, എമൗണ്ട് കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ആൾക്കാർ പ്രഷർ കൊടുക്കുമ്പോൾ പാവപ്പെട്ട ടെക്നീഷ്യന്മാർ എന്നാ എടുക്കും? അവർക്ക് ഒരു LED മാറാൻ നിർബന്ധിതനാവും. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറയും, ഞാൻ മാറത്തുമില്ല, എനിക്ക് നിങ്ങളുടെ സർവീസും വേണ്ട, സാധനം എടുത്തോണ്ട് പോക്കോളാൻ പറയും. അത് പറയാനുള്ള ചങ്കൂറ്റം എനിക്ക് എൻ്റെ ഇത്രയും പ്രായത്തിനുള്ളിൽ ഉണ്ടായതാണ്. അതൊരു പുതിയതായിട്ട് വരുന്ന ഒരു ടെക്നീഷ്യൻ പറയാൻ പറ്റിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്തിട്ട് നിങ്ങൾ ശരിയാക്കാൻ പറ്റുമോ നോക്ക്. എത്ര രൂപ ആകുമെന്ന് ആദ്യം കയറി ചോദിക്കില്ല. എത്ര രൂപ ആകുമെന്ന് ആദ്യം കയറി ചോദിക്കുന്ന ഒരു വർക്കും എനിക്ക് വേണ്ട, ഞാൻ പിടിക്കില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ഒരു ഉപാസന പോലെയാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ഒരു TV എന്തേരം സ്ട്രെയിൻ എടുത്താൽ നമ്മൾ ശരിയാക്കുന്നത് നമുക്കറിയാം, ടെക്നീഷ്യന്മാർക്ക് ഓരോരുത്തർക്കും അറിയാം, അതിൻ്റെ റിസ്ക് അറിയാം. ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളാണ്. അത് കറക്റ്റ് ഞാൻ പറയാം. എൻ്റെ ഈ മുഴ ഇതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു മുഴയാണ്. ഇത് ചെയ്യണ ലക്ഷക്കണക്കിന് രൂപ വേണം. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ടെൻഷനുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർമാരെ കുറച്ച് പറഞ്ഞതല്ല ഞാൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു ചെറിയ 500 രൂപയോ 1000 രൂപയോ ആണ് ഒരു ടെക്നീഷ്യൻ വാങ്ങുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് കാണാതെ നിങ്ങൾ ടെക്നീഷ്യന്മാർക്ക് വേണ്ട പൈസ കൊടുക്കുക. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തു തരും. പൈസ കൊടുക്കാത്തവരുടെ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടെന്നേ ഞാൻ ടെക്നീഷ്യന്മാരോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടെക്നീഷ്യന്മാർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട് ഒത്തിരി കസ്റ്റമർ. അങ്ങനെ കൊടുക്കല്ലേ. നിങ്ങളുടെ സെറ്റ് വളരെ ക്ഷമയോടുകൂടി വളരെ ബുദ്ധിമുട്ടിയിരുന്നാണ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി പ്രഷർ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒരു ചെറുപ്പകാലങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് ഓരോ കൊച്ചു ടെക്നീഷ്യന്മാരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കിപ്പോൾ ഈ ഇത് സർവീസ് ചെയ്തില്ലെങ്കിലും എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. അത് പക്ഷേ അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് മാന്യമായി ഇത് കൊടുക്കുക, ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സെറ്റ് നിങ്ങളും അവരും കൂടെ ഒന്നിച്ച്, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. ഒരു എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ ഒന്നുമല്ല. ഇത് റെഡിയാകുക എന്നുള്ള ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് വർക്കിൻ്റെ ഇടയിൽ ഇത് നഷ്ടപ്പെടാതിരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പൊതുവായിട്ട് പറഞ്ഞെന്നുള്ളൂ. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മറന്നേരെ. പിന്നെ എത്ര ശ്രമിച്ചാലും ശരിയാകാത്ത ചില സെറ്റുകളുണ്ട് പോയത്. അത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരുന്നായിരിക്കും ഒരു ടെക്നീഷ്യൻ ഇത് പോയതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അയാൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ ആ സെറ്റ് എന്നാൽ നന്നാക്കണ്ട, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോവുക. അതൊക്കെ വളരെ മോശം പരിപാടികളാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ടെക്നീഷ്യന്മാരെല്ലാം അന്യം നിന്ന് പോകുന്നു, ആരും ഈ പണിയിലേക്ക് വരാത്തത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഒരു ഹാപ്പി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരു ജീവിതമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. അവർ ആരും തന്നെ, അതായത് ഇപ്പോൾ മറ്റുള്ള ഞാൻ പറയാം, ഒരു തൊഴിലിനെ മാറ്റി ഞാൻ പറയാമല്ലോ, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് 1000 രൂപ കിട്ടും ഒരു തച്ച്. ഇത് 1000 രൂപ പോലും ചിലപ്പോൾ 1 രൂപ പോലും ചിലപ്പോൾ കിട്ടുകയില്ല. കയ്യിൽ നിന്ന് കാശൂടെ പോകും നമ്മളെന്തെങ്കിലുമൊക്കെ സ്പെയറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പൊതുവായിട്ട് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്, ഡൈനോര റെഡി ആയിട്ടുണ്ട്. Ponder Pawnee, with its array of wildlife and their mother's hunting ground, now becomes their playground. Their instincts. ഇത് കണ്ടോ, ഫാക്ടറി സെറ്റിങ്സിൽ കയറിയിട്ട് നമുക്ക് TV തന്നെ ഓണാകുന്ന പോലെ ആക്കുകയാണ്. ജനറൽ സെറ്റിങ്സിൽ പോയാൽ ഇത് കണ്ടോ, പവർ മോഡ് ഓഫാണ് ഇത് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് ഓൺ ഇടാം, ലാസ്റ്റ് മെമ്മറി ഇടാം. ഈ ലാസ്റ്റ് മെമ്മറി കുഴപ്പമില്ല. ലാസ്റ്റ് മെമ്മറിയിൽ നമ്മൾ ഊരിയിട്ടാൽ മതി ഈ സെറ്റ്. അപ്പോൾ തന്നെ സെറ്റ് ഓൺ ആയിക്കോളും. റിമോട്ട് ഇല്ലെങ്കിലും സെറ്റ് ഓൺ ആയിക്കോളും. അതിനുശേഷം നമ്മൾ പവർ ഓഫ് ചെയ്ത് പുറത്തിറങ്ങിയാൽ മതി, സർവീസ് മോഡിൽ കയറിയിട്ട്.
അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് റിമോട്ട് നഷ്ടപ്പെട്ടാലും ഈ ടി വി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് മെമ്മറിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ജനറൽ സെറ്റിങ്സിൽ. ഇപ്പം ഞാനിത് ഊരാം. നമുക്ക് റിമോട്ട് വെച്ചല്ലേ ടി വി ഓണത്തുള്ളാകത്തുള്ള. അത് നമ്മളിപ്പോൾ ഊരി വീണ്ടും ഞാൻ കുത്തി കഴിഞ്ഞപ്പോൾ ആ ടി വി ചുമല കത്തി നിൽക്കുവാണ്. തന്നെ ഓണാകണം നമ്മൾ സെറ്റ് ചെയ്ത് ശരിയായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചുമല കെട്ടു, ടി വി തന്നെ ഓണാവും. ടി വി തന്നെ ഓണായി. അപ്പോൾ റിമോട്ടിൻ്റെ ആവശ്യമില്ല, ടി വി തന്നെ ഓണായി. ഇനി വോളിയം വല്ലതും വേണമെങ്കിൽ ഒരു മിനിമം വോളിയം വല്ലതും അതിനകത്ത് കയറ്റി വെച്ചാൽ മതി. ഇതുണ്ട്, ഈ റിമോട്ടും അത്ര പ്രോപ്പർ വർക്കിംഗ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടിയെ കൊടുത്തപ്പോൾ അവനും വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയൊക്കെ പൊട്ടി ഒലിക്കും. ഈ ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കാവുള്ളൂ. ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ റിമോട്ടിനകത്ത് ബാറ്ററി പൊട്ടി ഒലിച്ചുള്ള ഡാമേജസ് വരത്തില്ല. അപ്പം ഇത് കണ്ടല്ലോ, ഡൈനോര റെഡി ആയിട്ടുണ്ട്. ഈ റിമോട്ട് തന്നെ അത് തന്നെ ഊരിയിട്ടാൽ തന്നെ ഇത് ഓൺ ആയിക്കോളും. അങ്ങനെ നമുക്ക് ഏത് സെറ്റിൻ്റെയും അതിൻ്റെ സർവീസ് മോഡിൽ കയറി അങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് സെറ്റിൻ്റെയും. അപ്പോൾ നമുക്ക് റിമോട്ട് നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ടി വി ഓണാകാനൊരു ബുദ്ധിമുട്ട് വരികയില്ല. ഇങ്ങനെ പേരില്ലാത്ത സോണി, സാംസങ്, എൽ ജിക്കൊക്കെ കോമൺ ആണ് റിമോട്ട്. ആ റിമോട്ട് ഫുള്ള് സോണി റിമോട്ട് ഏത് ടി വി ഓണാവും, സാംസങ്ങും ഏത് ടി വി ഓണാവും, എൽ ജി ഏകദേശം എല്ലാം ഓണാവും.